നമസ്കാരം. ബെനഡിക്ട് 16 മാർപ്പാപ്പയുടെ കൃതികളിൽ 1968 പ്രസിദ്ധീകരിച്ച ഇൻട്രൊഡക്ഷൻ ടു ക്രിസ്ത്യാനിറ്റി ഈ പുസ്തകം വായിച്ചതിനെ തുടർന്നാണ് ജോൺ പോൾ രണ്ടാമൻ പാപ്പ കർദിനാൾ ജോസഫ് ടാറ്റിൻസിങ്ങിനോട് വിശ്വാസ തിരുസംഘത്തിന്റെ അധ്യക്ഷനായ റോമിലേക്ക് വരാമോ എന്ന് ചോദിച്ചത്. ജോസ് മാണിപ്പറമ്പിലച്ചൻ ഈ പുസ്തകം ക്രിസ്തുധർമ്മ പ്രവേശിക എന്ന പേരിൽ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുമുണ്ട്. ടാറ്റ്സിംഗർ പിതാവ് തന്റെ പുസ്തകത്തിന്റെ ആമുഖത്തിൽ കൈമാറി കിട്ടിയ അമൂല്യമായ സത്യവിശ്വാസത്തിന്റെ വിലയറിയാതെ വില കെട്ടവർക്കായി അത് കൈമോശം വരുത്തുന്നതിനെ വിശദീകരിക്കാൻ ക്ലെവർ ഹാൻസിന്റെ കഥ അവതരിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ പറയാവുന്ന വിധത്തിൽ സുവിശേഷ ശ്ലൈഹിക പാരമ്പര്യം പേറുന്ന സീറോ മലബാർ സഭയിലെ വിമതർ ഇന്ന് ജനാഭിമുഖ കുർബാനയ്ക്കായി ക്രിസ്തീയ മൂല്യങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് നടത്തുന്ന കോലാഹലങ്ങൾ കാണുകയും കഴിഞ്ഞ 6 പതിറ്റാണ്ട് കാലത്തെ പാറേക്കാട്ടിൽ പാരമ്പര്യം തങ്ങൾക്ക് അതിപ്രധാന സമ്പത്താണെന്ന വാദം കേൾക്കുകയും ചെയ്യുമ്പോൾ ടാറ്റ്സിംഗർ പിതാവിന്റെ കഥയും ചോദ്യങ്ങളും സീറോ മലബാർ സഭയെ സംബന്ധിച്ച്, വിശിഷ്യ എറണാകുളം അതിരൂപതയെ സംബന്ധിച്ച് എത്രയോ ശരിയാണെന്ന് തോന്നിപ്പോവുകയാണ്. താൻ നിങ്ങളുടെ സഭയെ സ്നേഹിക്കുന്നുവെന്നും കാരണം തനിക്കതിന്റെ ചരിത്രം അറിയാമെന്നും സീറോ മലബാർ സഭയെക്കുറിച്ച് പറഞ്ഞ പൗരസ്ത്യ തിരുസംഘത്തിന്റെ അധ്യക്ഷനായിരുന്ന കർദിനാൾ ടിറസൻ 1953 നവംബർ 11 കൊച്ചിയിലെത്തിയപ്പോൾ കേരളത്തിലെ മെത്രാന്മാരെ എല്ലാം എയർപോർട്ടിലെത്തി സ്വീകരിച്ചെന്ന് പറഞ്ഞിട്ട് വയലിൽ പിതാവ് ഇങ്ങനെ എഴുതുന്നുണ്ട്. എറണാകുളം കത്തീഡ്രൽ ദേവാലയങ്കണത്തിൽ വെച്ച് അദ്ദേഹത്തിന് വമ്പിച്ച സ്വീകരണം നൽകപ്പെട്ടു. എറണാകുളം ആർച്ച് ബിഷപ്പ് മാർ അഗസ്റ്റിൻ കണ്ടത്തിൽ തിരുമേനിയാണ് സ്വാഗത പ്രസംഗം പറഞ്ഞത്. കർദിനാൾ ടിറസൻ തിരുമേനി മറുപടി പ്രസംഗത്തിൽ മാർ തോമസ് ശ്ലീഹായിൽ സ്ഥാപിതമായ സഭയുടെ ജന്മഗേഹമായ കേരളത്തിൽ വന്നു ചേരാൻ തനിക്ക് ഇടയായതിനുള്ള ആത്മാർത്ഥമായ സന്തോഷം എല്ലാവരെയും അറിയിക്കുകയുമുണ്ടായി. പരിശുദ്ധ പിതാവിന്റെ ആശംസകളും ആശീർവാദവും നൽകുകയും ചെയ്തു. സഭയുടെ ചരിത്രം നന്നായി പഠിച്ചറിഞ്ഞിരുന്ന ടിസറൻ തോമസ് ശ്ലീഹായുടെ പൈതൃക പാരമ്പര്യങ്ങളുടെ ജന്മഗേഹത്തിലെത്താൻ കഴിഞ്ഞതിൽ അത്യന്തം സന്തോഷിച്ചു. എന്നാൽ ആ സഭയിൽപ്പെട്ട എറണാകുളം വിമതർ സഭയിൽ സർവത്ര അരാജകത്വം ഉണ്ടാക്കിയിട്ടായാലും ജയിക്കണമെന്ന് കടുത്ത വാശിയിൽ തോമസ് ശ്ലീഹ ഭാരതത്തിൽ വന്നിട്ടേ ഇല്ലെന്ന് സ്ഥാപിക്കാൻ കിണഞ്ഞു പരിശ്രമിക്കുന്നത് കാണുമ്പോൾ അല്പമെങ്കിലും ചരിത്രാവബോധമുള്ള ആരാണ് മൂക്കത്ത് വിരൽ വയ്ക്കാതിരിക്കുക? ലത്തീൻ രീതിയിൽ പരിശീലനം ലഭിച്ച അക്കാലത്തെ മെത്രാന്മാർക്ക് തുടക്കത്തിൽ സീറോ മലബാർ സഭയുടെ ആരാധനാക്രമത്തെക്കുറിച്ച് പരിമിതമായ അറിവേ ഉണ്ടായിരുന്നുള്ളൂവെന്നും പിന്നീട് കൂടുതൽ പഠിച്ചറിഞ്ഞപ്പോൾ ലഭിച്ച ബോധ്യങ്ങളുടെ വെളിച്ചത്തിൽ മുമ്പ് വരുത്തിയ തെറ്റുകൾ തിരുത്താൻ താനും മറ്റു ചിലരും തയ്യാറായെന്നും നിർഭാഗ്യവശാൽ ചില മെത്രാന്മാർ അതിനുള്ള സന്മനസ് കാണിച്ചിട്ടില്ലെന്നും വള്ളോപ്പള്ളി പിതാവ് ആത്മകഥയിൽ എഴുതിയിട്ടുണ്ട്. അന്ന് ഹയറാർക്കിയുടെ അധ്യക്ഷനായിരുന്ന പാറേക്കാട്ടിൽ പിതാവിന്റെ സഭാവിരുദ്ധ നിലപാടിനെ കുറിച്ച് വള്ളോപ്പള്ളി പിതാവ് എടുത്തു പറയുന്നുമുണ്ട്. സീറോ മലബാർ സഭാ ചരിത്രം അറിയാൻ കൂട്ടാക്കാത്ത സഭയുടെ തനിമയും പ്രൗഢമായ ആരാധനക്രമത്തെയും വിലമതിക്കുകയോ സ്നേഹിക്കുകയോ ചെയ്യാത്ത പാറേക്കാട്ടിൽ തന്നിഷ്ടപ്രകാരം ആരംഭിച്ച പുതു പാരമ്പര്യങ്ങളിലും രീതികളിലും അഭിമാനം കൊള്ളുന്ന എറണാകുളത്തെ ക്ലെവർ ഹാൻസുമാരെ നയിക്കാൻ പൗരസ്ത്യ സഭകളെക്കുറിച്ചുള്ള പുസ്തകം തള്ളിക്കളഞ്ഞ് വലിച്ചെറിഞ്ഞ് പാരമ്പര്യമുള്ള പാമ്പ്ലാനി മെത്രാൻ എന്തുകൊണ്ടും യോഗ്യനാണെന്ന് സമ്മതിക്കാം. പക്ഷേ ഉരകല്ലിനേക്കാൾ വിലയുള്ളത് സ്വർണ്ണക്കട്ടിക്കാണെന്ന് ബോധ്യമുള്ള സത്യവിശ്വാസികളും സഭാസ്നേഹികളുമായവരുടെ ഇടയസ്ഥാനം പാമ്പ്ലാനി അടിയന്തരമായി തന്നെ ഒഴിയുക വേണം. ഈ പാമ്പ്ലാനി പിതാവ് വള്ളോപ്പള്ളി പിതാവ് ചോര നീരാക്കി പടുത്തുയർത്തിയ തലശ്ശേരിയിൽ മെത്രാനായത് എന്തൊരു വൈരുദ്ധ്യമാണ്! മാർ തോമസ് ശ്ലീഹായുടെ പൈതൃക പാരമ്പര്യം പേറുന്ന പുരാതന സഭയുടെ ജന്മഗേഹത്തിൽ വന്നു ചേരാൻ കഴിഞ്ഞതിൽ സന്തോഷിക്കുന്നുവെന്ന് ടിസറൻ തിരുമേനി സ്വീകരണ വേളയിൽ പ്രഖ്യാപിച്ചത് ഏതു പള്ളിയുടെ അങ്കണത്തിൽ വെച്ചാണോ ആ പള്ളി അങ്കണത്തിൽ മാർപ്പാപ്പയുടെ പ്രതിനിധിയായി വിശുദ്ധ കുർബാനയും പിടിച്ചു കടന്നു വന്ന സിറിൽ വാസിൽ പിതാവിന് ലഭിച്ചത് അങ്ങേയറ്റത്തെ അവഹേളനവും കുപ്പിയേറുമാണെന്നത് എന്തൊരു വൈരുദ്ധ്യമാണ്! അതേ പള്ളിയങ്കണത്തിൽ നിന്ന് സഭാ സിനഡ് തീരുമാനിച്ചതും മാർപ്പാപ്പ അംഗീകരിച്ച് കൽപ്പിച്ചതുമായ കുർബാന ക്രമം നടപ്പിലാക്കി തരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് സത്യവിശ്വാസികൾ സഹന സമരം ഇരിക്കേണ്ടി വരുന്നു എന്നത് എന്തൊരു വിരോധാഭാസമാണ്!